എല്ലാവർക്കും നമസ്കാരം. സൈനോ നീറ്റ് പി ജി കൗൺസിലിങ്ങിൻ്റെ മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. ഇന്ന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ www.cekerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്നിപ്പോൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഫക്റ്റീവ് ലിസ്റ്റ് അവർ ഇട്ടിട്ട് ഉണ്ട് എന്നതാണ്. അതായത് നമ്മുടെ www.cekerala.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക. അപ്പോൾ അവിടെ ഡിഫക്റ്റീവ് ലിസ്റ്റ് എന്ന് പറയുന്ന മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗൺലോഡ് കാണാൻ പറ്റും. ഒന്ന് നോക്കിക്കേ, കാണുന്നുണ്ടോ? ഇതാണ് ഡിഫക്റ്റീവ് ലിസ്റ്റ്. ഇതിൽ നോക്കിക്കേ, സീരിയൽ നമ്പർ വൈസ്, ആപ്ലിക്കേഷൻ നമ്പർ, ഡിഫക്റ്റ്. എന്താണ് നിങ്ങളുടെ ഡിഫക്റ്റ്? അതായത് നിങ്ങൾ നേരത്തെ ആപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ അല്ലേ, അപ്ലൈ ചെയ്തായിരുന്നില്ലേ? അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് അവർ വിലയിരുത്തിയതിന് ശേഷം അതിൽ അപാകത വന്നതാണ്, എന്തൊക്കെയാണെന്നാണ് അവർ ഈ ഒരു ഡൗൺലോഡ്സിൽ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ആപ്ലിക്കേഷൻ നമ്പർ വൈസ് അവർക്ക് എന്തൊക്കെ ഡിഫക്റ്റാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് NRIയും ഉൾപ്പെടുന്നു. ഒന്ന് നോക്കിക്കേ, ഇതിൽ കണ്ടോ, ആദ്യത്തെ റോൾ നമ്പറിന് വന്നിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ഡിഫക്റ്റീവ്. അത് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കാൻഡിഡേറ്റ്സിന് മൈനോറിറ്റിയാണ്, അതുപോലെ കണ്ടോ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഓരോന്ന് എന്തൊക്കെയാണ് ഫാൾട്ട് എന്ന് ആപ്ലിക്കേഷൻ നമ്പർ ഉൾപ്പെടെ അവർ ആ ഡൗൺലോഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ നോക്കുക. പിന്നെ അത് മാത്രമല്ല, എങ്ങനെ നമുക്ക് ഈ തെറ്റ് മാറ്റാം, അതിനു വേണ്ടി നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.cekerala.gov.in സന്ദർശിക്കുക. എന്നിട്ട് അതിൽ PG മെഡിക്കൽ 2025 കാൻഡിഡേറ്റ് പോർട്ടലുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എൻട്രി ചെയ്ത് കയറുക. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങളുടെ പ്രൊഫൈലുണ്ടല്ലോ, പ്രൊഫൈൽ കാണാമല്ലോ. അപ്പോൾ അവിടെ തന്നെ മെമോ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു മെനു നിങ്ങൾക്ക് കാണാം. ആ മെമോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്താണോ നിങ്ങളുടെ ഡിഫക്റ്റ്, നേരത്തെ കൊടുത്ത ഡോക്യുമെൻറ്റിൽ എന്ത് അപാകതയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാനായി പറ്റും. പിന്നെ അത് ഏത് സർട്ടിഫിക്കറ്റാണ് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് അവർക്ക് കൊടുക്കുക. അപ്പം എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, അവർ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. ഈ മാസം 27-ാം തീയതി 5 മണി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഡിഫക്റ്റീവായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ട് പുതിയത് കറക്റ്റായിട്ടുള്ള അപ്ലോഡ് ചെയ്യാനുള്ള സമയം അവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അവർ എഴുതിയിട്ടുണ്ട്, ഇത് നിങ്ങളുടെ അവസാന അവസരമാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾ ചെയ്തത് ഡിഫക്റ്റീവാണ്, അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ഒരെണ്ണം അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ലാസ്റ്റ് ടൈമാണ്. അതായത് ഇനി അവർ ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ ഒരു കറക്ഷൻ വിൻഡോ ആയിട്ട് അവർ വരത്തില്ല, ഇത് നിങ്ങളുടെ അവസാന ചാൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയണ്ടേ? അവർ പറയുന്നത്, അവർ പറഞ്ഞ ഈ 27-ാം തീയതി 5 മണിക്ക് ഉള്ളിൽ തന്നെ എന്ത് ഡിഫോൾട്ട് ഉണ്ടോ അത് നിങ്ങൾ പരിഹരിച്ച് അപ്പോൾ തന്നെ ചെയ്തിരിക്കണം. അതല്ല, ചില കാൻഡിഡേറ്റ്സ് ചിലപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ശരിയായി വരാൻ ഇച്ചിരി സമയമെടുത്ത് അതൊരു 27-ാം തീയതി 5 മണിക്ക് ശേഷമായി പോയാൽ അവർ യാതൊരു കാരണവശാലും സ്വീകരിക്കില്ല എന്നാണ് ആ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ എന്താണ് ഡിഫക്റ്റീവ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് കറക്റ്റായിട്ടുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളോടൊപ്പം സംസാരിച്ചത് ഞാൻ ഡോക്ടർ അമൃത ഫ്രം സൈനോ. താങ്ക് യു ആൾ.